ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 22-ാം ഞായറിൽ നമുക്ക് ലഭിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസ് 7-ാം അധ്യായം 1 മുതൽ 8 വരെയും 14 മുതൽ 15 വരെയും 21 മുതൽ 23 വരെയുമുള്ള വാക്യങ്ങളാണ്. കഴിഞ്ഞ 6 ആഴ്ചകളിൽ ഞായറാഴ്ചകളിൽ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ആഴമായി ധ്യാനിക്കുവാനും ദിവ്യകാരുണ്യത്തിൻ്റെ പ്രവർത്തന ശൈലി നമ്മിൽ രൂപപ്പെടാനും വേണ്ടി യോഹന്നാൻ സുവിശേഷത്തിൽ നിന്നുള്ള 6-ാം അധ്യായത്തിലെ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനം തിരുസഭ നമുക്ക് നൽകുകയായിരുന്നു. ഈ അധ്യായത്തിലെ വിചിന്തനത്തിനു ശേഷം തിരുസഭ വീണ്ടും ഈ ആഴ്ച മുതൽ മർക്കോസ് സുവിശേഷത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ജെറുസലേമിൽ വന്ന നിയമജ്ഞർ ഭക്ഷണത്തിന് മുൻപ് കൈ കഴുകുന്നതിനെ സംബന്ധിച്ച് യേശുവുമായി തർക്കിക്കുന്നതും ആ അവസരത്തിൽ യേശു അശുദ്ധിയെ സംബന്ധിച്ച് നൽകുന്ന പ്രബോധനത്തിലെ ചില വാക്യങ്ങളുമാണ് ഇന്നത്തെ വചനഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫരീസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവുമായി ഒരു തർക്കത്തിൽ ഏർപ്പെടുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ നമുക്ക് ആ തർക്കം കാണാൻ കഴിയും. യേശു ശിഷ്യർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിച്ചതാണ് തർക്കത്തിന് കാരണമായത്. ശുചിത്വത്തെ കരുതിയുള്ള തർക്കം എന്നതിനേക്കാൾ അത് ആചാര അനുഷ്ഠാനപരമായ ശുദ്ധീകരണത്തെ കുറിച്ചായിരുന്നുവെന്ന് മർക്കോസ് വിവക്ഷിക്കുകയാണ്. കാരണം ശുദ്ധീകരണത്തെ സംബന്ധിച്ച അനുഷ്ഠാന വിധികൾ ഫരീസേയരുടെ മതത്തിലെ വലിയൊരു വ്യഗ്രതയായിരുന്നു. ആചാരപ്രകാരമുള്ള ശുദ്ധീകരണം ദൈവാരാധനയ്ക്ക് അവശ്യ വ്യവസ്ഥയായി അവർ കരുതിയിരുന്നു. കൈകാലുകൾ കഴുകി ശുദ്ധി വരുത്തുക എന്ന നിയമം ആരംഭത്തിൽ ദേവാലയത്തിൽ കർമ്മം അനുഷ്ഠിക്കുന്ന പുരോഹിതർക്കും ശുശ്രൂഷികൾക്കും മാത്രമേ ബാധകമായിരുന്നുള്ളൂ. പുറപ്പാട് 30-ാം അധ്യായം 19-ാം വാക്യം. പിന്നീട് ഈ നിയമം സാധാരണ ജനങ്ങൾക്കും ബാധകമാക്കി. പിൽക്കാലത്ത് അനുഷ്ഠാനപരമായ അശുദ്ധിയെ ഭയന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പോലും ദേഹ ശുദ്ധീകരണം നിർബന്ധിതമാക്കി. ഈ നിബന്ധനകൾ പൂർവീകരുടെ പാരമ്പര്യങ്ങളിൽ നിന്നുള്ളവയായിരുന്നു. ട്രഡിഷൻ ഓഫ് ആൻസസ്റ്റേഴ്സ് ഓർ എൽഡേഴ്സ്. മോശ വഴി ദൈവം നൽകിയ ലിഖിത നിയമങ്ങളല്ല, അതായത് തോറയിൽ ഉള്ളതല്ല. അവയുടെ വ്യാഖ്യാനങ്ങൾ അടങ്ങുന്ന വാമൊഴി നിയമങ്ങളായിരുന്നു. ഹലാക്ക ആയിരുന്നു പൂർവീകരുടെ ഈ പാരമ്പര്യം. ഈ പാരമ്പര്യങ്ങളുടെ സൂക്ഷിപ്പുകാർ നിയമജ്ഞരും ഫരീസേയരുമാണ്. ഈ പാരമ്പര്യങ്ങൾ തോറ പോലെ ആധികാരികതയും പ്രാബല്യവുമുള്ളവയാണെന്ന് ഈ ഫരീസിയരും നിയമജ്ഞരും കരുതി പോന്നു. മോശയുടെ നിയമം ലംഘിക്കുന്നത് പോലെ തന്നെ കുറ്റകരമായിരുന്നു പൂർവീകരുടെ പാരമ്പര്യങ്ങളുടെ ലംഘനവും. ഫരീസേയ മതത്തിൻ്റെയും അതിലെ അനുഷ്ഠാനങ്ങളുടെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിലെ തർക്കം മനസ്സിലാക്കാൻ മർക്കോസ് നമ്മെ ക്ഷണിക്കുകയാണ്. ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ ഉപരി ദൈവഹിതം അനുസരിക്കുക എന്നുള്ള അതിവിപുലവും സുപ്രധാനവുമായ മനുഷ്യധർമ്മം എടുത്തു കാണിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യർക്കെതിരായി ഫരീസേയരും ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞരും ഉന്നയിച്ച ആരോപണങ്ങളെ യേശു നേരിടുകയാണ്. ദൈവഹിതം നിറവേറ്റാതെ മനുഷ്യനിർമ്മിതമായ പാരമ്പര്യങ്ങളെ അന്ധമായി അനുഷ്ഠിക്കുന്ന പ്രവണതയെ യേശു നിശ്ചിതമായി വിമർശിക്കുന്നു. ദൈവിക നിയമങ്ങൾക്കുപരിയായി, തോറായ്ക്ക് ഉപരിയായി മനുഷ്യ പാരമ്പര്യത്തെ, അതായത് പൂർവീകരുടെ പാരമ്പര്യത്തെ പ്രതിഷ്ഠിക്കുന്ന ഫരീസേയരുടെ കാപട്യത്തെ യേശു തുറന്നു കാട്ടുന്നു. ദൈവിക നിയമത്തിന്റെ അന്തസത്ത മനസ്സിലാക്കാൻ കൂട്ടാത്ത ഫരീസേയരുടെയും നിയമജ്ഞരുടെയും കടും പിടുത്തത്തെയും ബാഹ്യാചാരങ്ങളെയും അവിടുന്ന് അപലപിക്കുകയാണ്. അവർ ദൈവത്തെ ആരാധിക്കുന്നതായി നടിക്കുക മാത്രം ചെയ്യുന്നുവെന്ന്, ദൈവഹിതത്തിന് സ്വയം വിധേയരാകാത്തതിനാൽ
ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ് അവരുടെ ഹൃദയങ്ങളെന്നും യേശു തുറന്നു കാട്ടുകയാണ്. പ്രമാണങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവ തിരുമനസ് വളച്ചൊടിക്കുന്ന ഫരീസേയ പാരമ്പര്യങ്ങളെ യേശു തള്ളിക്കളയുന്നു. ഏശയ്യായുടെ പ്രവചനം, ഏശയ്യ 29:13, ഈ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് അവിടുന്ന് അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയും അവരെ കപടഭക്തരെന്ന് ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കാപട്യത്തെ തുറന്നു കാട്ടിയ യേശു തുടർന്ന് അശുദ്ധിയുടെ ഉറവിടത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പ്രബോധനം നൽകുകയാണ്. തൻ്റെ വചനങ്ങൾ കേട്ടാൽ മാത്രം പോരാ, മനസ്സിലാക്കുക കൂടി വേണമെന്ന് ഉദ്ബോധനത്തിലെ ആദ്യ ഘടകം വ്യക്തമാക്കുകയാണ്. കാരണം യേശുവിൻ്റെ പ്രബോധനം നിഗൂഢവും ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു വെളിപ്പാടാണ്. യേശുവിൻ്റെ പ്രബോധനത്തിലെ രണ്ടാമത്തെ ഘടകം ഒരുവനെ ദൈവ തിരുമുൻപിൽ ശുദ്ധനോ അശുദ്ധനോ ആക്കുന്നത് ബാഹ്യ വസ്തുക്കളൊന്നുമല്ല എന്ന യേശുവിൻ്റെ ആധികാരികമായ പ്രഖ്യാപനമാണ്. ശുദ്ധിയെയും അശുദ്ധിയെയും സംബന്ധിച്ച് നിർണായകമായിട്ടുള്ളത് ചാളനങ്ങളോ അനുഷ്ഠാനപരമായ ശുദ്ധകർമ്മങ്ങളോ അല്ല, മനുഷ്യ ഹൃദയമാണ്. എല്ലാ അശുദ്ധിയുടെയും ഉറവിടം മനുഷ്യ ഹൃദയമാണ്. കൈ കഴുകുന്നതിനെയും കഴുകാതിരിക്കുന്നതിനെയും കാൾ വിശാലവും ആഴമേറിയതുമായ പ്രശ്നമാണ് അതിൽ അന്തർഭവിച്ചിരിക്കുന്നതെന്ന് യേശു ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നു. പ്രബോധനത്തിന്റെ മൂന്നാം ഘടകം ഉള്ളിൽ രൂപം കൊണ്ട് പുറമെ പ്രകടമാകുന്ന തിന്മ പ്രവർത്തികളുടെയും ആന്തരിക സാൻമാർഗിക വൈകല്യങ്ങളുടെയും ഒരു പട്ടിക തന്നെയാണ്. ദുശ്ചിന്ത, പരസംഗമം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അശുദ്ധിയുടെ യഥാർത്ഥ ഉറവിടം ആന്തരികമാണ്, മനുഷ്യ ഹൃദയമാണ്. കാരണം ഹൃദയത്തിലാണ് തിന്മകൾ മുളയെടുക്കുന്നത്. മേൽ സൂചിപ്പിച്ച തിന്മകളെല്ലാം മനുഷ്യബന്ധങ്ങളെ ബാധിക്കുന്നവയാണ്. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതിനാൽ ഒരുവനെ ശുദ്ധനോ അശുദ്ധനോ ആക്കുന്നത് ഇതര വ്യക്തികളുമായുള്ള ബന്ധത്തിൽ അയാൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, സ്നേഹിക്കുക എന്നത് ദൈവിക നിയമമാണ്. എന്നാൽ ഈ ദൈവിക നിയമത്തെ മറികടന്ന് പാരമ്പര്യങ്ങൾക്കും ആചാരങ്ങൾക്കും ദിവ്യത്വം കൽപ്പിക്കുന്ന പ്രവണത പലപ്പോഴും ദൃശ്യമാണ്. മതാത്മക ജീവിതത്തിൽ ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾക്കല്ല പ്രാധാന്യം, മറിച്ച് ആന്തരികമായ ശുദ്ധിക്കാണ്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ സ്വയം നീതീകരണത്തിനുള്ള ഉപാധികളായി ബാഹ്യാനുഷ്ഠാനങ്ങളെ കാണുന്ന രീതി ഉപേക്ഷിക്കാം. സുവിശേഷ മൂല്യങ്ങളായ പരിഗണന, സമഭാവന, സ്നേഹം, നീതി എന്നിവയുടെ പാലനം ആഴമാക്കാം. യഥാർത്ഥത്തിൽ സുവിശേഷ മൂല്യങ്ങൾക്കെതിരായി നിൽക്കുന്നവ മാത്രമാണ് അശുദ്ധം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.